കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ മാത്രമേ വന്നുള്ളൂ? വിനയ വന്നില്ല? ഇല്ല, അവൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നല്ലേ. ഞങ്ങൾക്ക് ചീരുമോളെ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ട് വന്നതാ രഘു. ആ, അത് നന്നായി. ഇവളിവിടെ തന്നെ ഉള്ളതുകൊണ്ട് അധികം ദൂരമൊന്നും ഓടണ്ടല്ലോ. ഈ ദൂരം കൂടി ഒന്ന് കുറയ്ക്കുന്നതിനെ കുറിച്ചാ ഞങ്ങൾ മോളോട് സംസാരിച്ചോണ്ടിരുന്നത്. ചായ ഇരിപ്പുണ്ട്, എടുക്കട്ടെ രഘുവേട്ടാ? ആ, എടുത്തോ. അല്ല, അങ്കിളോടെ പോയി ചേരൂ. ആരോ അത്യാവശ്യമായി വിളിച്ചിട്ട് പോയതാ, ഉടനെ വരുമായിരിക്കും. എന്തു പറഞ്ഞു? ഇപ്പൊ തന്നെ കൂടാറെന്ന് സമ്മതിച്ചോ? ഏയ്, അച്ഛൻ പറഞ്ഞാലേ ചീരു ഇറങ്ങി വരൂ. അപ്പൊ ഇനിയും ടൈം എടുക്കുമല്ലേ? സാരമില്ല രഘു, ചീരുമോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. മക്കളെയും ഇവിടേക്ക് കൊണ്ടുവരുമല്ലോ. ഞങ്ങൾക്ക് ഇവിടെ വന്നെങ്കിലും എല്ലാവരെയും ഒന്ന് കാണാലോ. ആ, അത് മതി. ആ, നിങ്ങൾ ചായ കുടിക്കാം. അപ്പൊ ആ തള്ള ഇവിടെ വന്ന് പറഞ്ഞത് അതാണല്ലേ? അനുപമയുടെ മുമ്പിൽ നീ മുട്ടുമടക്കേണ്ടി വരുമെന്ന് ഭാനുവും അവിടെ വന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അവള് നിനക്കിട്ട് എന്തോ പണി തരാൻ പോകുന്നുണ്ടെന്ന്. ആ ഭാനുമേ അവക്ക് കൂട്ടാം. അവരെന്തിനാ അമ്മ വീണ്ടും ഈ വീട്ടിലേക്ക് കയറ്റിയേ? ഞാൻ വിളിച്ചു കയറ്റുന്നതാണോടാ? അവര് വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നപ്പം ഞാൻ വിചാരിച്ചു അവിടെ മടുത്തിട്ട് വരുവാന്ന്. സംസാരിച്ചു തുടങ്ങിയപ്പോഴല്ലേ തനിക്കൊണം മനസ്സിലാവുന്നേ. ഇനിയിപ്പോ എന്തിയൊന്നും എനിക്കൊരു പിടിയുമില്ല. ദാസാറിനോട് അന്ന് ഷോപ്പിന് വേണ്ടി മുടക്കിയ കാശ് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അടുക്കുന്ന ലക്ഷണമില്ല. ആരും അടുക്കില്ല ഇന്ദ്ര. അവരെല്ലാവരും അവൾക്ക് അനുകൂലമായിട്ടേ നിൽക്കൂ. ആ കടയും വീടും അവൾക്ക് സ്വന്തമായാലേ നമ്മൾ പിന്നെ ഈ നാട് വിട്ടു പോകുന്നതാ നല്ലത്. എന്റെ ഷോപ്പ് അവക്ക് കിട്ടണമെങ്കിൽ ഞാൻ മരിക്കണം. എന്റെ അധ്വാനത്തിന് അധികാരം പറഞ്ഞു വന്നപ്പോ എന്റെ കൈ ധരിച്ചതാ. പലതും ഓർത്തിട്ടാ ഞാൻ അവളുടെ മുഖത്തടിക്കായിരുന്നേ. ഇതിനൊക്കെ കാരണം നീ ആണെന്നേ ഞാൻ പറയൂ. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞല്ലേടാ, എങ്ങനെയെങ്കിലും ആ കട നിന്റെ പേരിലേക്ക് ആക്കണോന്ന്.